ആദ്യം ടോപ്പിക് വൈസ് പോവുക, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് നോക്കുക, അത് ഇരുന്ന് മനസ്സിലാക്കി പഠിക്കുക, ബൈ ഹാർട്ട് കോൺസെപ്ഷ്യൽ ആയിട്ട് പഠിക്കാൻ നോക്കുക. നല്ലോണം വിഷ്വലൈസ് ഒക്കെ ചെയ്ത്, ബയോളജിക്ക് ആണെങ്കിൽ നല്ലോണം വിഷ്വലൈസ് ചെയ്തിട്ട്, കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ചോദിക്കുക, വെരി ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ, ആപ്ലിക്കേഷൻ ലെവൽ എക്സാം തന്നെയാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ആ ഒരു രീതിയിലോട്ട് എത്താം. കാരണം നീറ്റ് അല്ലെങ്കിൽ നീറ്റ് മെയിൻലി നീറ്റ് റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്ന കുട്ടികളായിരിക്കും. അതിൽ നിന്ന് മാറി ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ ആ ഒരു കോൺഫിഡൻസ് നല്ലോണം ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ചിലപ്പോൾ മോക്ക് എക്സാംസ് എഴുതുന്ന സമയത്തൊക്കെ മാർക്ക് കുറയാം, കൂടാം, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അതൊരു കാരണമായിട്ട് എടുത്തിട്ട് ഡൗൺ ആവേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം ചിലപ്പോൾ നിങ്ങൾ ടോപ്പ് ചെയ്യും, ഒരു പ്രാവശ്യം ചിലപ്പോൾ വളരെ മോശമായിട്ടുള്ള മാർക്സ് ആയിരിക്കും. പക്ഷെ ആ ഒരു മിസ്റ്റേക്സിൽ നിന്ന് പഠിച്ച് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നല്ലോണം പ്രിപ്പയർ ചെയ്യും.